കോൺഗ്രസ് പ്രവേശനത്തിന് പിന്നാലെ പാണക്കാട്ടെത്തി മുസ്ലിം ലീഗ് നേതാക്കളെ കണ്ട് സന്ദീപ് വാര്യർ. മുസ്ലിം വിരുദ്ധ പ്രസ്താവനകളിൽ ഖേദപ്രകടനം നടത്തിയ സന്ദീപ് പാണക്കാട് കുടുംബത്തിനെ പുകഴ്ത്താനും മറന്നില്ല. സന്ദീപ് വാര്യർ മതേതര നിലപാടുകളിൽ വന്നതിൽ സന്തോഷമെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങളും പ്രതികരിച്ചു. ലീഗ് MLA-മാർക്കൊപ്പം പാണക്കാടെത്തിയ സന്ദീപ് വാര്യർക്ക് ലഭിച്ചത് ഊഷ്മള വരവേൽപ്പ്. പാണക്കാട് സാദിഖ് അലി തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും ചേർന്ന സന്ദീപ് വാര്യരെ സ്വീകരിച്ചു. കൂടിക്കാഴ്ച നീണ്ടു അരമണിക്കൂറോളം. പിന്നാലെ മുസ്ലിം ലീഗിനെയും പാണക്കാട് കുടുംബത്തെയും പുകഴ്ത്തി സന്ദീപ് വാര്യർ. കേരളത്തിനും രാജ്യത്തിനും ലോകത്തിനും തന്നെ മാതൃകയായിട്ടുള്ള ഈ മലപ്പുറത്തിൻ്റെ മാനവിക സൗഹാർദ്ദത്തിന് അടിത്തറ പാകിയത് ഈ കുടുംബമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏത് സമയത്തും ആർക്കും സഹായം ചോദിച്ച് കടന്നു വരാൻ കഴിയുന്ന ഹൃദയവിശാലതയുള്ള ഒരു തറവാട് അവിടേക്ക് ഇന്ന് കടന്നു വരാൻ സാധിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ചും ഇന്നലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗത്വം സ്വീകരിച്ച് ഇന്ന് ഇവിടേക്ക് കടന്നു വരാൻ സാധിക്കുമ്പോൾ അത് അങ്ങേയറ്റം ചാരിതാർത്ഥ്യമുണ്ട്. സന്ദീപ് വാര്യർ മുൻകാല നിലപാടുകൾ മാറ്റി മതേതര നിലപാടുകളിൽ വന്നതിൽ സന്തോഷമെന്ന പാണക്കാട് സാദിഖ് അലി തങ്ങൾ. സന്ദീപ് വാര്യരുടെ ഈ കടന്നുവരവിന് ഏറെ സന്തോഷത്തോടെയാണ് ഞങ്ങളെല്ലാവരും നോക്കിക്കാണുന്നത്. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കാലങ്ങളിലുള്ള നിലപാടുകളൊക്കെ മാറ്റി മതേതരത്വത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഒരു ഭൂമി, രാഷ്ട്രീയ ഭൂമിയിലേക്ക് അദ്ദേഹം കടന്നു വന്നിരിക്കുകയാണ്. ഏറെ സന്തോഷമുണ്ട്. കോൺഗ്രസിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ കാലമെന്ന PK കുഞ്ഞാലിക്കുട്ടി. പാണക്കാട് വന്നു, തങ്ങളുടെ വീട്ടിൽ വന്നു എന്ന് പറയുന്നത് മതസൗഹാർദ്ദം ഉയർത്തിപ്പിടിക്കാനുള്ള ഒരു അഭിവാഞ്ചയാണ്. അവസാന അഭയകേന്ദ്രം BJP അല്ല. അവസാനം ഇന്ത്യയെ രക്ഷിക്കാൻ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും തന്നെ സാധിക്കുള്ളൂ എന്നുള്ളത് ആണ് ഇന്നിപ്പോൾ ഇവിടെ കുറിച്ചിരിക്കുന്ന ഈ തുടക്കത്തിൻ്റെ അർത്ഥം. സന്ദീപ് വാര്യരെ പാണക്കാട് മുനവറലി തങ്ങൾ സ്വാഗതം ചെയ്തിരുന്നു. വെൽക്കം ബ്രോ എന്നായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ്. പിന്നാലെയാണ് സന്ദീപ് പാണക്കാട് എത്തിയത്. 24 മലപ്പുറം.